കഴിഞ്ഞ 160-ാമത്തെ എപ്പിസോഡിൽ റോം ഭരിച്ചിരുന്ന 143-ാമത്തെ മാർപ്പാപ്പ ബെനഡിക്റ്റ് എട്ടാമൻ മാർപ്പാപ്പയുടെ ചരിത്രമാണ് നാം ചർച്ച ചെയ്തത്. ആ ബെനഡിക്റ്റ് എട്ടാമൻ മാർപ്പാപ്പയുടെ കാലത്ത് വിശുദ്ധരായ 2 വിശുദ്ധന്മാരുണ്ട്. അവരുടെ ചരിത്രം ഈ 161-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്ത് തുടങ്ങാം. 2 പ്രസിദ്ധരായ വിശുദ്ധന്മാരാണ് ഈ കാലഘട്ടത്തിലുണ്ടായത്. അതിലാദ്യത്തേത് ഹെൻറി രണ്ടാമൻ എന്ന് പറയുന്ന ചക്രവർത്തി. അദ്ദേഹം 972 ജനിച്ച് 1024 മരിച്ച ചക്രവർത്തിയാണ്. ജൂലൈ 13 ചക്രവർത്തി മരിച്ചത്. ചക്രവർത്തി അറിയപ്പെടുന്നത് ഹെൻറി ദ ലെയിം, മുടന്തനായ ഹെൻറി എന്നാണ്. ഈ മുടന്തൻ ചേർത്തിട്ട് നമുക്കറിയാവുന്ന മറ്റൊരു വലിയ ചക്രവർത്തി തിമൂർ ലാങ് എന്ന് പറയുന്ന ചക്രവർത്തിയാണ്. ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കണ്ടിലെ ചക്രവർത്തി. അദ്ദേഹം മുടന്തനായിരുന്നു. അതുകൊണ്ടാണ് മുടന്തനായ തിമൂർ എന്ന് വിളിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ കൂട്ടക്കൊല നടത്തിയ, ജംഗീസ് ഖാന് ശേഷം ഏറ്റവും കൂട്ടക്കൊല നടത്തിയ ഒരാളാണ് ഈ തിമൂർ. അപ്പോൾ ഈ മുടന്തനായ ആൾ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ വെച്ച് ചിലർ അറിയപ്പെടും. ഹഞ്ച് ബാക്ക്, മുടന്തൻ, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന കൂട്ടത്തിലാണ് ചക്രവർത്തി ഈ പേര് വിളിക്കുന്നത്. അത് ജന്മനാ മുടന്തനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ജനിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അന്നത്തെ ചക്രവർത്തി ഹെൻറി ഒന്നാമൻ്റെ മകനാണ്. അദ്ദേഹം ബാപ്റ്റിസ്ബർഗിലെ ബിഷപ്പായിരുന്നു, ഓൾഫ് ഗാത്ത്. ഈ ഗാത്തിൻ്റെ അടുത്ത് ചക്രവർത്തി പറഞ്ഞു, എൻ്റെ മോനെ ഒന്ന് വിശ്വാസത്തിൽ വളർത്തണം, രാജാവായി കഴിയുമ്പം തെറ്റായ ദുസ്വഭാവമൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞു. ഓൾഫ് ഗാത്ത് എന്ത് ചെയ്തു? രാജകുമാരനെ ബിഷപ്പിൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. ചെറുപ്പത്തിലെ വിശ്വാസങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. വിശുദ്ധ കുർബാനയിൽ അദ്ദേഹം ശുശ്രൂഷകനായി പങ്കെടുത്തു. അങ്ങനെ ഉറച്ച ഒരു ക്രൈസ്തവനായി ആ കുട്ടി വളർന്നു. അത് വളരെ ശ്രദ്ധാർഹമായൊരു തീരുമാനമായിരുന്നു. ഹിറ്റ്ലർ പണ്ടൊരിക്കൊരു പ്രസംഗം ചെയ്തിട്ടുണ്ട്, ഗീവ് മീ എ ചൈൽഡ് ഓഫ് 8, ഐ വിൽ മേക്ക് ഹിം എ നാസി. 8 വയസ്സുള്ള കുട്ടി എൻ്റെ തന്ന അവനെ നാസി ആക്കിയേക്കാം എന്ന് ഹിറ്റ്ലറുടെ പ്രസിദ്ധമായ പ്രസംഗം. ഇത് തന്നെയാണ് ഹെൻറിയുടെ ജീവിതത്തിൽ പറ്റിയത്. ഹെൻറി ഈ ആർച്ച് ബിഷപ്പ് കൂടെ കൊണ്ട് താമസിപ്പിച്ച് പഠിപ്പിച്ച് ഉത്തമനായ ഒരു ക്രിസ്ത്യാനിയായി മാറി. അങ്ങനെ അദ്ദേഹം ഇരിക്കുമ്പോഴാണ് 1002 30 വയസ്സുള്ളപ്പം അച്ഛൻ മരിക്കുകയും അദ്ദേഹം ചക്രവർത്തിയായി ഉയർത്തപ്പെടുകയും ചെയ്തു. അങ്ങനെ ഹെൻറി രണ്ടാമൻ ചക്രവർത്തി ആയിട്ടും ഈ അധികാരം തലയ്ക്ക് പിടിക്കാത്ത ഒരു ചക്രവർത്തിയായിരുന്നു ഹെൻറി. സാധാരണ ഈ പറയും പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി, ലോർഡ് ആക്ടറിൻ്റെ പ്രസിദ്ധമായ ഡെഫിനിഷൻ. ഇദ്ദേഹം അബ്സല്യൂട്ട് മൊണാർക്കായിരുന്നു. പക്ഷേ അധികാരത്തിൻ്റെ യാതൊരു തെറ്റും ആ മനുഷ്യനുണ്ടായിരുന്നില്ല. മദ്യപാനമില്ല, വുമണൈസിംഗ് ഇല്ല, വളരെ ഭംഗിയാണ്, ദിവസവും പള്ളിയിൽ പോവും, ഭയങ്കര വിശ്വാസിയായ ഒരു ചക്രവർത്തി. ഇത് കണ്ട് മറ്റുള്ളവർ അമ്പരന്ന് പോയി, ഇദ്ദേഹം എങ്ങനെ ഒരു ചക്രവർത്തിയായിട്ട് ഇങ്ങനെ ഇരിക്കും എന്നാണ്. അദ്ദേഹം ഒരിക്കലും അങ്ങോട്ട് ഒരു യുദ്ധത്തിനും പോയില്ല. അദ്ദേഹത്തെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്ന സമയത്ത് മാത്രം അദ്ദേഹം ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ഒരു യുദ്ധത്തിനും അദ്ദേഹം അങ്ങോട്ട് പോയില്ല. മാർഷൽ ആർട്സ് പഠിക്കും, പക്ഷെ അതിൻ്റെ പേരിൽ അക്രമത്തിന് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചക്രവർത്തിക്ക് വലിയ നിർബന്ധമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം മാർപ്പാപ്പയോട് തന്നെ കിരീടം വെക്കാമോ എന്ന് ചോദിച്ചത്. അപ്പോൾ 1002 ചക്രവർത്തിയായി, 12 കൊല്ലം കഴിഞ്ഞു. 1014 മാർപ്പാപ്പ പറഞ്ഞു, ഞാൻ വന്ന് അങ്ങേ കിരീടധാരണം നടത്താം. അങ്ങനെ 1014 അദ്ദേഹം കിരീടധാരണം നടത്തി. അദ്ദേഹം റോമിലെ മാർപ്പാപ്പയോട് പറഞ്ഞു, സഭാകാര്യത്തിൽ ഞാൻ ഇടപെടില്ല. മറ്റെല്ലാ മാർപ്പാപ്പമാരും പേപ്പൽ ഇലക്ഷൻ വരുമ്പോഴും മെത്രാന്മാരെ അപ്പോയിൻ്റ് ചെയ്യാനും മെത്രാന്മാരുടെ ട്രാൻസ്ഫറിനും ചക്രവർത്തി റെക്കമെൻഡ് ചെയ്യും. ഹെൻറി പറഞ്ഞു, നിങ്ങളുടെ സഭാപരമായ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. അതുകൊണ്ട് കംപ്ലീറ്റ്ലി സെക്കുലറായ ഒരു മാർപ്പാപ്പയ്ക്ക് ഭരണം കൊടുത്തു. അവിടെയാണ് ചക്രവർത്തിക്ക് കിട്ടിയ വലിയൊരു ഗുണം. ചക്രവർത്തി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ചക്രവർത്തി അദ്ദേഹത്തെ മാർപ്പാപ്പയെ ഉപദ്രവിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്യാൻ ശ്രമിച്ചില്ല. അങ്ങനെ അദ്ദേഹം ഇരിക്കുമ്പം അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിക്കുന്നത് കൂടാതെ പള്ളികളും ആശ്രമങ്ങളും വെക്കാൻ സഹായിച്ചു. അങ്ങനെ അദ്ദേഹം വെച്ച ഏറ്റവും പ്രസിദ്ധമായ ഒരു ആശ്രമമുണ്ട്, സെൻറ്റ് മേരി മേജർ ബസിലിക്ക. അത് അദ്ദേഹം പണി പൂർത്തിയാക്കി വലുതായിട്ട് ഉയർത്തി. ഒരുപാട് ആശ്രമത്തിന് പൈസ കൊടുത്തു. അദ്ദേഹം ഒരിക്കൽ വിശുദ്ധ കുർബാന കാണാൻ പോയി. വിശുദ്ധ കുർബാന കാണാൻ പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ചക്രവർത്തി പറയുന്നത്, യേശുക്രിസ്തു വന്നിട്ട് ബിഷപ്പിന് പകരം കുർബാന അർപ്പിക്കുന്ന അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്.
ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ രാജാവിന് വട്ടാന്ന് എല്ലാവരോട് പറയും. എങ്കിലും ചക്രവർത്തി പറയുന്നു, ആർച്ച് ബിഷപ്പ് കുർബാന അർപ്പിക്കുന്നതിന് പകരം കർത്താവ് യേശു മിശിഹ വന്ന് കുർബാന അർപ്പിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു മിസ്റ്റിക്കൽ വിഷൻ എന്ന് പറയുന്ന ഒരു പാരാസൈക്കോളജിക്കൽ ഫിനോമിനായി എല്ലാവരും കണ്ടു. പക്ഷെ അങ്ങനെ ഇരിക്കും അദ്ദേഹം സെയിൻറ്റ് വിൻസെൻ്റ് എന്ന് പറയുന്ന പ്രസിദ്ധനായ വിശുദ്ധനുണ്ട് കത്തോലിക്കാ സഭയിൽ. അതുപോലെ സെയിൻറ്റ് ലോറൻസ് എന്ന് പറയുന്ന അവർ രണ്ടുപേരും ആ കത്തീഡ്രലുണ്ടായിരുന്നു. സെയിൻറ്റ് ലോറൻസ് 6-ാം പട്ടക്കാരനായിരുന്നു, മറ്റേഹം 5-ാം പട്ടക്കാരനായിരുന്നു. അങ്ങനെ രണ്ട് വിശുദ്ധന്മാർ വിശുദ്ധ കുർബാന മധ്യേ വേദപുസ്തകം വായിച്ച ശേഷം ആ വേദപുസ്തകം കൊണ്ടുപോയി ചക്രവർത്തിയോട് കിസ് ചെയ്യാൻ പറഞ്ഞു. വേദപുസ്തകത്തിൽ കിസ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അത് കിസ് ചെയ്തു. വലിയ വിശ്വാസിയാണല്ലോ. ഈ വിശുദ്ധന്മാർ ചെയ്തതെന്തിനാണെന്ന് വെച്ചാൽ ആ വേദപുസ്തകത്തിൽ അദ്ദേഹത്തിനുള്ള സമർപ്പണം ജനം കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷേ ഒരു ദേവാലയത്തിൽ ചക്രവർത്തിക്ക് യാതൊരു സ്ഥാനവുമില്ല. എല്ലാവരും തുല്യരാണ്. മാർപ്പാപ്പയുടെ തൊട്ടടുത്ത സീറ്റ് വന്ന് സാധാരണക്കാരനെന്ന് പ്രാർത്ഥിക്കും. കാരണം ദൈവത്തിന് മുമ്പാകെ ഏത് മാർപ്പാപ്പ, ഏത് ചക്രവർത്തി, ഏത് സാധാരണക്കാരൻ, ദൈവം മുമ്പാകെ എല്ലാവരും ഒന്നല്ലേ. ഈ വലിയ സംഭവം ചക്രവർത്തിക്ക് മനസ്സിൽ ഓർമ്മ ഉണ്ടാവേണ്ടതായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ പറയും, ഹറൂൺ അൽ റഷീദ് നിസ്കരിക്കാൻ വന്നപ്പം തൊട്ടടുത്ത് ബാർബർ വന്ന് മുട്ടുകുത്തി. പെട്ടെന്ന് നോക്കിയപ്പോൾ ചക്രവർത്തി ആണെന്ന് അയാൾ ചാടി എഴുന്നേറ്റ്. ഹറൂൺ റഷീദ് പറഞ്ഞു, നീ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ദൈവത്തിന് മുമ്പാകെ ചക്രവർത്തിയില്ല, ബാർബറുമില്ല, നമ്മൾ രണ്ടുപേരും തുല്യരാണ്. പക്ഷേ ബൈബിൾ കിസ് ചെയ്ത ശേഷം ബൈബിൾ അദ്ദേഹം മടിയിലേക്ക് വെച്ചു, സ്വന്തം മടിയിലേക്ക് വെച്ചു. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം എന്ന് വെച്ചാൽ പെട്ടെന്ന് അവിടെ ഒരു മാലാഹ പ്രത്യക്ഷപ്പെട്ടു. മാലാഹ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വിശുദ്ധ കുർബാനയ്ക്ക് വായിക്കുന്ന വേദപുസ്തകം നിനക്ക് കിസ് ചെയ്യാൻ തന്നു, പക്ഷെ നീ ചുംബിച്ച ശേഷം മടിയിൽ കൊണ്ടുവച്ചത് ശരിയായില്ല, നീ മുടന്തനായി പോകട്ടെ എന്ന് മാലാഹ പ്രഖ്യാപിച്ചു. ആ നിമിഷം ചക്രവർത്തി മുടന്തനായി മാറി. നമുക്ക് കേൾക്കുമ്പോൾ ഇച്ചിരി അത്ഭുതം ഉണ്ടാവും. നമ്മൾ വേദപുസ്തകം വായിച്ചിട്ട് മടിയിലൊക്കെ വെക്കും. പക്ഷേ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിച്ചൊരു വേദപുസ്തകം ചക്രവർത്തി എന്ന സ്ഥാനമഹിമ വെച്ച് ചുംബിക്കുകയും അത് സ്വന്തം മടിയിലോട്ടങ്ങ് വെക്കുകയും ചെയ്തപ്പം മാലാഹ പ്രത്യക്ഷപ്പെട്ട് ശപിച്ചു. അദ്ദേഹത്തിൻ്റെ ആ വെച്ച കാലം മുടന്തായിപ്പോയി. അപ്പോൾ ഈ കാഴ്ച പള്ളിയിൽ നിൽക്കുന്ന ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അതിനുശേഷം മുടന്തനുമായി. ഇത് ജനത്തെ അമ്പരപ്പിച്ചു. അങ്ങനെയാണ് ഹെൻറി മുടന്തനായി മാറിയത്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ 1924 52 വയസ്സായി ചക്രവർത്തിക്ക്. ഈ മാലാഖയുടെ ശാപമോ എന്താണെന്ന് വെച്ചാൽ കിട്ടിയപ്പം അദ്ദേഹത്തിന് ഭയങ്കരമായ മാനസികമായ പ്രശ്നമുണ്ടായി. അദ്ദേഹം ഭാര്യയെ കൊണ്ടുപോയി അച്ഛനെയും അമ്മയെ ഏൽപ്പിച്ചു. നിങ്ങളെനിക്ക് ഈ സ്ത്രീയെ 30 കൊല്ലത്തിന് മുമ്പ് തന്നതാണ്, ഞാൻ കന്യകയായി എൻ്റെ ഭാര്യയെ തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഭാര്യയെ അച്ഛനും അമ്മയും തിരിച്ചേൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് കൊനാഗുണ്ട എന്ന് പറയുന്ന പ്രസിദ്ധയായ പേര്. അവളും വലിയ വിശുദ്ധയായ പോലൊരു സ്ത്രീയായിരുന്നു. അവരെ തിരിച്ചേൽപ്പിച്ചപ്പം അച്ഛനമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 30 കൊല്ലം സുന്ദരിയായ ഒരു സ്ത്രീയെ ഭാര്യയായി ഒരേ ബെഡ്റൂമിൽ താമസിച്ച ഒരു സ്ത്രീ കന്യകയായി തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞപ്പം രാജാവ് പോയി കഴിഞ്ഞപ്പം അച്ഛനമ്മയും മോളോട് ചോദിച്ചു, നീ കന്യക തന്നെയാണോ? അവളോട് ഞാൻ കന്യകയാണെന്ന് പറഞ്ഞു. സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നിട്ടില്ല 30 വർഷത്തേക്ക്. അവൾ പിന്നെ കന്യകയായി തന്നെ ജീവിച്ചു മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ കാലമുടന്തനായ ശേഷം ഭാര്യയെ തിരിച്ചേൽപ്പിച്ച ഹെൻറിക്ക് വളരെ പെട്ടെന്ന് രോഗം പിടിപെട്ട് അദ്ദേഹം 52-ാമത്തെ വയസ്സിൽ മരിച്ചു. 52-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചത് മാർപ്പാപ്പയുടെ മരണവും അദ്ദേഹത്തിൻ്റെ മരണവും 2 മാസങ്ങൾക്ക് ഇടയിലായിരുന്നു. ഹെൻറിയുടെ പരസ്പരം സഹായിച്ച മാർപ്പാപ്പയും ചക്രവർത്തിയും. ഇത് നമുക്ക് ലൗകികമായ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ഒരു ചക്രവർത്തി വിശുദ്ധനായി മാറുക, കന്യകയായി ഭാര്യയോടൊപ്പം ജീവിക്കുക, ഭാര്യയെ കന്യകയാക്കി കൂടെ താമസിപ്പിക്കുക, അത് കഴിഞ്ഞ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ചക്രവർത്തി പോകുന്നതിന് അത്ഭുതമാണ്. അവിടെ ദിവസം പോവുകയും ഈ വേദപുസ്തകത്തെ ചുംബിച്ചിട്ട് മടി വെച്ചതിന് ഇത്ര ഒരു ശിക്ഷ കിട്ടുകയും ചെയ്തത് ചരിത്രം വായിക്കും അത്ഭുതത്തോടെ നമ്മൾ വായിക്കുന്നതാണ്. അപ്പോൾ എത്രമാത്രം ദൈവത്തിൻ്റെ അടുത്ത് എത്തിയെന്ന് പറഞ്ഞാലും ദൈവത്തെ പരീക്ഷിക്കാനോ നമ്മുടെ അധികാരസ്ഥാനം സഭയ്ക്കകത്ത് പ്രയോഗിക്കാനോ ഏത് ഭരണാധികാരി തീരുമാനിച്ചിട്ടുണ്ടോ
ഞാൻ പഠിച്ച ചരിത്രത്തിൽ ആ ചക്രവർത്തിക്ക് ശക്തമായ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഹെൻറി രാജാവ് വിശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായൊരു ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്. ഇതേ കാലഘട്ടത്തിൽ മറ്റൊരു പ്രസിദ്ധനായ വിശുദ്ധനുണ്ടായി. അതാണ് ഹെർബർട്ട് എന്ന് പറയുന്ന 970 ജനിച്ച് 1021 വരെ 51 വയസ്സ് വരെ ജീവിച്ചിരുന്ന ബിഷപ്പ്. മാർച്ച് 16 അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹം വേംസിലെ ഹ്യൂഗോ പ്രഭുവിൻ്റെ മകനായിരുന്നു. വേംസിലെ കത്തീഡ്രൽ ഈ കാലഘട്ടത്തിലാണ് പൂർത്തിയായത്. ആ വേംസിലാണ് ഡയറ്റ് ഓഫ് വേംസ് മീറ്റിംഗ് കൂടുകയും പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ഉത്ഭവത്തിന് കാരണമായ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അവിടുത്തെ പ്രഭുവാണ് ഹ്യൂഗിൻ്റെ മകനായിരുന്നു ഹെറി ബർട്ട്. ഹ്യൂഗിൻ്റെ മകനായതുകൊണ്ട് തന്നെയാണ് ഹെറി ബർട്ട് എന്ന് അദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹം കത്തീഡ്രലിൽ സ്കൂളിൽ പഠിച്ച് സൺഡേ സ്കൂൾ അങ്ങോട്ട് പഠിച്ച അദ്ദേഹം പ്രഭുവിൻ്റെ മോനല്ലേ, ഇഷ്ടംപോലെ പൈസ എന്ത് വേണേലും പറ്റും. പക്ഷേ അദ്ദേഹം ഉത്തമനായൊരു ക്രിസ്ത്യാനിയായിട്ട് അങ്ങ് മാറി. ഈ പ്രഭുവിൻ്റെ വീട്ടിലെ മദ്യപാനമോ പ്രഭുവിൻ്റെ വീട്ടിലെ ധാരാളിത്തമോ ഒന്നും മനുഷ്യന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കൊട്ടാരത്തിൽ ജീവിക്കുന്നില്ല. ഞാൻ ഈ കൊട്ടാരത്തിൽ ജീവിച്ചാൽ എൻ്റെ സ്വഭാവം വഷളായി പോകും. അതുകൊണ്ട് ഞാൻ ദേവാലയത്തിൽ പോയി താമസിക്കാൻ പോവാണ്. ഹെറിബർട്ട് എന്ത് ചെയ്തു? അദ്ദേഹം നേരെ കത്തീഡ്രലിൽ വന്ന് അവിടെ താമസിക്കാൻ തുടങ്ങി. 24 വയസ്സിലായപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് പുരോഹിതനാവണം. അങ്ങനെ 24 വയസ്സിൽ ഹ്യൂഗിലെ ഭൂപ്രഭുവിൻ്റെ മകൻ കത്തോലിക്കാ സഭയിലെ ഒരു വൈദികനായി മാറി. സാധാരണ കോടീശ്വരനായ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചൊരു കുട്ടിക്ക് പുരോഹിതനാവാൻ തോന്നുന്നതെന്ന് പറഞ്ഞാൽ തന്നെ വലിയ അത്ഭുതം. പക്ഷേ ആഡംബരങ്ങളുടെ ഇടയിൽ നിന്ന് പയ്യൻ തിരിച്ച് കത്തീഡ്രലിൽ വരികയും 24 വയസ്സായപ്പം പുരോഹിതനായി മാറുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഓട്ടോ മൂന്നാമൻ ചക്രവർത്തിയായപ്പം ചക്രവർത്തി മാർപ്പാപ്പയോട് പറഞ്ഞു, എനിക്ക് ഈ ഹെറിബർട്ടിനെ തരണം. അദ്ദേഹം ചോദിച്ചു, എന്ത് പറ്റി? അല്ല, എനിക്ക് എൻ്റെ രാജ്യത്തിലെ മതപരമായ കാര്യങ്ങളുടെ ചാൻസലറായി ഇദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മാർപ്പാപ്പ പറഞ്ഞു, ശരി തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹെറിബർട്ടിനെ ഓട്ടോ മൂന്നാമൻ ചക്രവർത്തി കൊണ്ടുവന്ന് ആ രാജ്യത്തിലെ സഭകളുടെയും കത്തീഡ്രലുകളുടെയൊക്കെ ചാൻസലറായിട്ട് അപ്പോയിൻ്റ് ചെയ്തു. അദ്ദേഹം ചാൻസലറായി നിന്നു. 999 കൊളോണിലെ ആർച്ച് ബിഷപ്പായി ഉയർത്തി. ഈ പ്രഭുകുമാരൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ചക്രവർത്തിയുടെ ചാൻസലറായിരിക്കുമ്പം മാർപ്പാപ്പ ചക്രവർത്തിയോട് പറഞ്ഞു, അങ്ങയുടെ ചാൻസലറായിരിക്കുന്ന സന്തോഷമാണ്, പക്ഷേ ഇതുപോലൊരു പ്രഭുകുമാരൻ ഇത്ര വലിയൊരു വിശ്വാസിയായി മാറിയപ്പം എനിക്ക് അദ്ദേഹത്തെ ഒരു ആർച്ച് ബിഷപ്പാക്കണമെന്ന് ആഗ്രഹം. ചക്രവർത്തി ഞാൻ വിട്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചാൻസലറായ ഹെറിബർട്ടിനെ മാർപ്പാപ്പ എടുക്കുകയും മാർപ്പാപ്പ പ്രസിദ്ധമായ കൊളോണിലെ ആർച്ച് ബിഷപ്പായി ഉയർത്തുകയും ചെയ്തു. ഹെൻറി മൂന്നാമൻ ചക്രവർത്തി ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടില്ല. ഹെൻറി മൂന്നാമൻ പറഞ്ഞു, ഇവനൊരു രാജകുടുംബത്തിൽ ജനിച്ച ഒരുത്തൻ, ഇവൻ അച്ഛനായി ചാൻസലറായി ബിഷപ്പായി, ഇതെനിക്ക് വിശ്വസിക്കാൻ വയ്യ, ഇതിലെന്തോ ചതിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് നമ്മളോട് കൂറില്ല, ഇവൻ്റെ കൂറ് മാർപ്പാപ്പയോടാണ്. ചക്രവർത്തി ഹെറിബർട്ടിനെ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. അപ്പോൾ ജയിലിൽ വെച്ച് ഈ മനുഷ്യൻ ചക്രവർത്തിക്കെതിരെ എന്തെങ്കിലും സംസാരിക്കും എന്ന് സംശയിച്ച ചക്രവർത്തി ഇയാൾ ജയിലിൽ എന്തൊക്കെ ചെയ്യുന്നു വർത്തമാനം പറയുന്നത് ശ്രദ്ധിക്കാൻ പറഞ്ഞു. പക്ഷേ അവരൊന്ന് റിപ്പോർട്ട് ചെയ്തു, സാറേ ആ മനുഷ്യൻ രാവിലെ എഴുന്നേക്കും, മുട്ടുകുത്തി പ്രാർത്ഥിക്കും, അവിടെ കിട്ടുന്ന ബ്രെഡൊക്കെ കഴിക്കും, പകൽ മുഴുവൻ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെയാണ്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ കേട്ടു, അങ്ങേക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, ചക്രവർത്തിക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ, ചക്രവർത്തിക്ക് ദീർഘായുസ് ഉണ്ടാകുന്ന ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു, അങ്ങ് അറസ്റ്റ് ചെയ്തിട്ട മനുഷ്യൻ. ഇത് കേട്ടപ്പോൾ ചക്രവർത്തിക്ക് അത്ഭുതമായി. ചക്രവർത്തിയുടെ വിരോധമല്ല ഈ മനുഷ്യന് തോന്നേണ്ടത്, പക്ഷേ ചക്രവർത്തി കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചക്രവർത്തി ഹെറിബർട്ടിനെ ജയിലിൽ നിന്ന് പുറത്തുവിടാൻ പറഞ്ഞു. ജയിലിൽ നിന്ന് പുറത്തു വിട്ട് കഴിഞ്ഞെങ്കിലും ഇദ്ദേഹത്തിന് ചുറ്റും ചാരന്മാരെ ഇട്ടിരുന്നു. ഇദ്ദേഹം ചക്രവർത്തിക്കെതിരെ മാർപ്പാപ്പയുടെ സൈഡിൽ നിൽക്കുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പം ലക്സംബർഗിലെ രാജകുടുംബവുമായി ചക്രവർത്തിക്ക് തർക്കമുണ്ടായി. ചക്രവർത്തി നോക്കിയപ്പം ലക്സംബർഗിലെ രാജാവിനെ മയപ്പെടുത്താൻ പറ്റിയ ഒരാൾ ഈ ഹെറിബർട്ടാണ്. ചക്രവർത്തി ഹെറിബർട്ടിനെ വിളിച്ച് ചോദിച്ചു, നിനക്ക് മധ്യസ്ഥം വയ്ക്കാമെന്ന് ചോദിച്ചു. ഹെറിബർട്ടോട് ഞാൻ മധ്യസ്ഥം വയ്ക്കാമെന്ന് പറഞ്ഞു. ഹെറിബർട്ട് എന്ന് ലക്സംബർഗ് രാജാവുമായിട്ട് ചർച്ച ചെയ്തിട്ട് ലക്സംബർഗ് രാജാവും ചക്രവർത്തിയും തമ്മിൽ സമാധാന സമ്മതി ഒപ്പിട്ടു. എല്ലാവരും അസാധ്യമെന്ന് പറയുന്ന കാര്യമാണ് ഹെറിബർട്ട് സാധിച്ചത്. പക്ഷേ എന്നിട്ടും ഉള്ളിൽ ചക്രവർത്തി ഈ മനുഷ്യനെ ക്ഷമിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ചക്രവർത്തിക്ക് സംശയം മനുഷ്യനെ. പക്ഷേ ഹെറിബർട്ട് മരിക്കുന്നതിൻ്റെ ആ വർഷം ചക്രവർത്തിക്ക് മനസ്സിലായി, ഈ
ഹെറി ബട്ടനെ ഞാൻ ഉപദ്രവിച്ച് ശരിയായില്ല. ഇദ്ദേഹം സത്യസന്ധനായ വളരെ ഡിവോട്ടായ ഒരു ക്രിസ്ത്യാനി, പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിച്ചു കൊടുക്കുന്ന ഒരു ക്രിസ്ത്യാനി. അയാളെ ജയിലിൽ പിടിച്ചിട്ട് എന്നിട്ടും അദ്ദേഹം എന്നെ സഹായിക്കാൻ വേണ്ടി ലക്സംബർഗ് രാജാവുമായിട്ട് സന്ധി ഒപ്പിട്ടു. അപ്പോൾ അങ്ങനെ ഒരു ആളെന്നെ സംശയിക്കരുതെന്ന് പറഞ്ഞു. അവസാനം രാജാവ് ഹെറി ബട്ടനെ വിളിച്ചെടുത്തു. ഞാൻ നിന്നെ സംശയിച്ചിരുന്നു, നിന്നെ ഞാൻ ചാരന്മാരെ കൊണ്ട് കവർ ചെയ്തിരുന്നു, എനിക്ക് മനസ്സിലായി ഞാൻ തെറ്റാണ്, അതുകൊണ്ട് ഞാൻ നിന്നോട് നിരപ്പാവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഹെറി ബട്ടനും ചക്രവർത്തിയും തമ്മിൽ 1921 രമ്യതയിലായി. അത് കഴിഞ്ഞപ്പം വിതിൻ 1 ഇയർ അദ്ദേഹം ഹെറി ബട്ടൻ മരിക്കാനുണ്ടായത്. അദ്ദേഹം ജീവിതകാലത്തിലുടനീളം ഒരുപാട് പള്ളികളും ആശ്രമങ്ങളും പണിഞ്ഞു. ഡയറ്റിലെ പ്രസിദ്ധമായ ആശ്രമം അദ്ദേഹം പണിഞ്ഞാണ്. ചരിത്രത്തിൽ നമ്മൾ കാണില്ലേ, ഡയറ്റ് ഓഫ് വേംസിൽ പലരെ കൊണ്ട് തടവിലിട്ടു താമസിപ്പിച്ചു എന്നൊക്കെ പറയുന്നത്. ആ ആശ്രമം ഇദ്ദേഹം പണിഞ്ഞാണ്. ആ ആശ്രമത്തിൽ ഇദ്ദേഹം മരണം അടുത്തപ്പം തൻ്റെ ദൈനംദിന പ്രവൃത്തികളിൽ നിന്ന് റിസൈൻ ചെയ്ത ശേഷം ആ വേംസിലെ പ്രസിദ്ധമായ ആശ്രമത്തിൽ വന്നു. അവിടെ അദ്ദേഹം മരിച്ചു. അവിടെ അദ്ദേഹം സംസ്കരിക്കപ്പെട്ടു. അങ്ങനെ 51 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളെങ്കിലും പ്രഭു കുടുംബത്തിൽ ജനിച്ച് വിശ്വാസത്തിൽ ഉറച്ച് അത്ഭുതകരമായ ഒരു ജീവിതചര്യ നടപ്പാക്കി ഹെർബർട്ട്. സാധാരണ രാജകുടുംബങ്ങളും പ്രഭു കുടുംബങ്ങളും ജനിച്ചവർക്ക് വിശുദ്ധന്മാരാവാൻ പ്രയാസമാണ്. പണവും പ്രതാപവും ദൈവത്തിങ്കിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന ഒന്നാണ്. പക്ഷേ ഇതാ, പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും നടുക്ക് ജനിച്ച ഒരു വ്യക്തി കത്തോലിക്കാ സഭയിലെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു എന്നുള്ളതാണ്. ഹെറി ബട്ടൻ എന്ന വിശുദ്ധൻ്റെ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പം നമ്മൾ അത്ഭുതത്തോടി ഇങ്ങനെയും വിശുദ്ധന്മാരുണ്ടാവുമല്ലോ എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്. ഈ വിശുദ്ധന്മാരുടെ കാലഘട്ടത്തിന് ശേഷം നമുക്ക് അടുത്ത മാർപ്പാപ്പ 144-ാമത്തെ മാർപ്പാപ്പ ജോൺ 19-ാമനെ കാണുകയാണ്. ജോൺ 19-ാമൻ 144-ാമത്തെ മാർപ്പാപ്പയാണ്. അത് റോമിൽ ജനിച്ച ആളാണ്. 1924 ഏപ്രിൽ 19-നാണ് മാർപ്പാപ്പയായിട്ട് എലക്ട് ചെയ്യപ്പെട്ടത്. അദ്ദേഹം അതിനു മുമ്പ് തന്നെ റോമിലെ അഡ്മിനിസ്ട്രേറ്ററായി അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ മാർപ്പാപ്പയുടെ സഹോദരനാണ് ഇദ്ദേഹം. തിയോഫലാക്ട് കുടുംബത്തിൽ നിന്ന് വരുന്ന 4-ാമത്തെ മാർപ്പാപ്പയാണ്. ചേട്ടൻ മാർപ്പാപ്പയായിരുന്നു. ചേട്ടൻ്റെ കാലത്ത് അഡ്മിനിസ്ട്രേറ്ററായി. ചേട്ടൻ മരിച്ചപ്പം ചേട്ടൻ്റെ സ്ഥാനത്ത് അനിയൻ എത്തിച്ചേർന്നു. അങ്ങനെ മാർപ്പാപ്പയായിരുന്നു. ഇദ്ദേഹം ഒറിജിനലി അദ്ദേഹത്തിൻ്റെ പേര് റൊമാനൂസ് എന്നായിരുന്നു. അപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, മാർപ്പാപ്പയ്ക്ക് പേര് ഇത് തന്നെ സൂക്ഷിക്കാം, റൊമാനൂസ് പേരുള്ള മാർപ്പാപ്പാരുണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് ആ പേര് തന്നെ സ്വീകരിച്ചുകൊണ്ട് ഒരു നമ്പർ മാറ്റിയാൽ മതി. അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഞാൻ പുതിയ ഒരാളായി അറിയപ്പെടണം. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ ജ്യേഷ്ഠനും അതിനു മുമ്പത്തെ മുൻഗാമിയും എടുത്ത ജോൺ നാമം സ്വീകരിച്ചു. അങ്ങനെ ജോൺ 17-ാമൻ, 18-ാമൻ, 19-ാമൻ ഒരേ പേരിൽ 3-ാമത്തെ മാർപ്പാപ്പയും വന്നു. അദ്ദേഹം തിയോഫലാക്ട് കുടുംബത്തിൽ നിന്ന്. അദ്ദേഹം മാർപ്പാപ്പയായി കഴിഞ്ഞപ്പം ജോൺ 19-ാമനായി വാഴിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം പണ്ട് മുൻഗാമികൾ നിർത്തിവെച്ച സ്ഥാനമാനങ്ങളുമൊക്കെ വിൽക്കുന്ന പരിപാടി പുനരാരംഭിച്ചു. ഇതാ മാർപ്പാപ്പയെ പറ്റി പറയുന്ന വളരെ മോശമായ ഒരു കാര്യമാണ്. അദ്ദേഹം 3 ചക്രവർത്തിമാരെയും രാജാക്കന്മാരെയും വാഴിച്ചു. അപ്പോൾ ഈ മാർപ്പാപ്പ തലയിൽ കിരീടം വെച്ചാൽ ദൈവം അംഗീകരിച്ചു എന്നാണ് അന്നത്തെ അഭിപ്രായം. അങ്ങനെ ഇദ്ദേഹം ആദ്യം പോയി റുഡോൾഫ് ഓഫ് ബർഗണ്ടി അദ്ദേഹത്തെ കിരീടദാനം നടത്തി. കോൺറാഡ് 2-ാമൻ ജർമ്മനിയിലെ രാജാവിനെ കിരീടദാനം നടത്തി. അതിനുശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിലെ രാജാവായ കനിയൂട്ടനെ സിംഹാസനം ചെയ്തു. സിംഹാസനത്തിലെത്തി കിരീടം വെച്ചു. ഒരേ സമയം ജർമ്മനിയിലെ രാജാവിനെയും ഒരേ സമയം ബർഗണ്ടിയിലെ രാജാവിനെയും അതേസമയം ഇംഗ്ലണ്ടിലെ രാജാവിനെയും 3 പേർക്കും തലയിൽ കിരീടം വെച്ചു. 3 രാജാക്കന്മാർക്ക് കിരീടം വെച്ച പ്രഗത്ഭനായ ഒരു മാർപ്പാപ്പയാണ് ഈ മാർപ്പാപ്പ. ചരിത്രത്തിലെ വളരെ അപൂർവമായ ഒരു കോയിൻസിഡൻസാണ്. ദെൻ ബർഗണ്ടിയിലെ റുഡോൾഫ് വലിയ അടുപ്പൊന്നും കാണിച്ചില്ല. പക്ഷെ കനിയൂട്ടും നമ്മുടെ കോൺറാഡും മാർപ്പാപ്പയോട് വളരെ കൂറ് പാലിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ബൈസാൻഡിയനിലെ രാജാവ് ചക്രവർത്തി പറഞ്ഞു, മാർപ്പാപ്പയെ ഞാൻ കുറച്ച് ധനസഹായമൊക്കെ ചെയ്യാം, അങ്ങേക്ക് എത്ര രൂപയാണ് വേണ്ടതെന്നൊക്കെ പറയാൻ പറഞ്ഞു. വത്തിക്കാൻ അന്ന് കടത്തിലായിരുന്നു.
അപ്പോൾ ഈ കടത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടി ചക്രവർത്തിയുടെ ധനസഹായം എടുത്താലോ എന്നിങ്ങനെ മാർപ്പാപ്പ ആലോചിച്ചു. അപ്പോഴാണ് രഹസ്യ പോലീസ് ഒന്ന് പറഞ്ഞത്, അങ്ങേക്ക് ഈ പൈസ തരുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു 12 ആവശ്യം എഴുതി വെച്ചിട്ടുണ്ട് ഒരു പേപ്പറിൽ, അതിനടിയിൽ അങ്ങേ കൊണ്ട് ഒപ്പിടിക്കണം. അത്ര ഒപ്പിട്ട് കഴിഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ സഭ ഇൻഡിപെൻഡൻ്റ് ആവും. കോൺസ്റ്റാന്റിനോപ്പിളിലെ സഭയിൽ അങ്ങ് അറിയാത്ത ഒരുപാട് കാര്യം സംഭവിച്ചു കൊടുക്കണം, ഇൻക്ലൂഡിങ് അടുത്ത പാത്രീസ് ആരാവണമെന്ന് തീരുമാനിക്കുന്ന അവകാശം കൊടുക്കാനുള്ള അവകാശം വരെ ബൈസന്റൈൻ ചക്രവർത്തിയായിരിക്കും. ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. മാർപ്പാപ്പയ്ക്ക് മനസ്സിലായി അവാർഡാണ്. മാർപ്പാപ്പ ചക്രവർത്തിയോട് പറഞ്ഞു, എന്നെ സഹായിക്കാമെന്ന് എന്ന് പറഞ്ഞതിന് നന്ദി, പക്ഷേ എനിക്ക് പൈസ തൽക്കാലം വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഫൈനാൻഷ്യൽ ഹെൽപ്പ് എടുത്തില്ല. മാർപ്പാപ്പയുടെ പേര് തുബ്ദനിൽ ചേർത്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. മുൻഗാമി ഉണ്ടാക്കിയതാണ്. മാർപ്പാപ്പ പറഞ്ഞു എൻ്റെ പേര് വെട്ടിയാക്കാൻ പറഞ്ഞു. കോൺസ്റ്റാന്റിനോപ്പിളിലെ എല്ലാ കുർബാനയിൽ നിന്നും മാർപ്പാപ്പയുടെ പേര് വെട്ടി. കാരണം കോൺസ്റ്റാന്റിലെ പാത്രീസും ചക്രവർത്തിയും ഈ പൈസ സ്വീകരിച്ച് വ്യവസ്ഥകൾ ഒപ്പിടാത്തതിൻ്റെ ദേഷ്യമാണ് സംഭവിച്ചത്. ഈ സമയത്താണ് ജൂഡോ ദി അരീസ്യ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ സംഗീതജ്ഞൻ ഉണ്ടായത്. അപ്പോൾ റോമൻ സഭ ഈ വെസ്റ്റേൺ മ്യൂസിക്കിനെ സിസ്റ്റമറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഭാരതത്തിലെ സംഗീതത്തിന് സരിഗമ പദനിസ എന്ന് പറയുന്ന ഒക്ടേവ്സ് ഓഫ് മ്യൂസിക്, ഈ മ്യൂസിക്കിനെ വളരെ ശ്രദ്ധേയമായി ഈ മ്യൂസിഷ്യൻ ജൂഡോ ദി അരീസ്യ പാശ്ചാത്യ ലോകത്തെ ഒക്ടേവ്സ് ആക്കി മാറ്റി. അത് ശ്രദ്ധേയമായ ഒന്നാണ്. ഡോമറെ മീ ഫസാല തോദ എന്നൊക്കെ പറയുന്നത്. ഇതെന്തോന്ന് വെച്ചാൽ വേദപുസ്തകത്തിലൊരു സാമിൻ്റെ ഓരോ വാക്കിൻ്റെ ആദ്യ അക്ഷരമാണ് ഈ പറയുന്ന ഡോ റേ മീ ഫസെ ലാ തോ ദ എന്ന് പറയുന്നത്, ദാ തോ ദേ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സങ്കീർത്തനങ്ങളിലെ ശ്രദ്ധേയമായി കുർബാനക്കിടയിൽ ഉദ്ധരിക്കുന്നൊരു സങ്കീർത്തനത്തിൻ്റെ ഓരോ വാക്കിൻ്റെയും ആദ്യ അക്ഷരം ചേർത്തിട്ടാണ് ഈ ഒക്ടേവ്സ് ഓഫ് മ്യൂസിക് ഉണ്ടായത്. മാർപ്പാപ്പ അദ്ദേഹത്തെ വളരെ ഭംഗിയായി സഹായിച്ചു. അത് നമ്മളെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്ന ഒന്നാണ്. പക്ഷേ ഇദ്ദേഹം ചെയ്തൊരു വലിയ തെറ്റുണ്ട്. ദണ്ഡവിമോചനം അത് ഒരു പ്രക്രിയയായി അദ്ദേഹം ഉയർത്തി. അത് വല്ലാത്തൊരു അപകടത്തിലേക്ക് പിന്നെ കൊണ്ടുപോയി. ആ കൊണ്ടുപോയ സംഭവം ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു അപകടകരമായ ഒരു സംഭവമാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? സഭയ്ക്ക് വേണ്ടി ഒരു റീജിയണൽ സിനഡ് വിളിച്ചു കൂട്ടി. ആ റീജിയണൽ സിനഡ് വിളിച്ചു കൂട്ടി പ്രീസ്റ്റ്ഹുഡിനെ കൺട്രോൾ ചെയ്യാനുള്ള നിയമങ്ങളുണ്ടാക്കി. പുരോഹിതന്മാർ വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള ഒരു പറ്റം നിയമങ്ങൾ, ആ നിയമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. എന്നിട്ട് ക്ലൂണിയിലെ സന്യാസിമാർ ഈ നിയമങ്ങൾ ക്രോഡീകരിക്കാൻ സഹായിച്ചു. അങ്ങനെ ക്ലൂണിയിലെ സന്യാസിമാരുടെ സഹായത്തോടുകൂടിയാണ് ഈ വലിയ സംഗതി ഉണ്ടാക്കിയത്. 1932 മാർപ്പാപ്പ മരിക്കുന്നത്. അദ്ദേഹത്തിന് 8 വർഷത്തെ ഭരണമാണ് കിട്ടിയത്. അദ്ദേഹം ബൈസാൻഡിയൻ ചർച്ചിൻ്റെ പല ക്ലെയിംസും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. ഇപ്പോൾ ഈ ഗൈഡോയെ അരീസയെ സഹായിച്ചത് വളരെ നല്ല ഒരു കാര്യമാണ്. ആ സാമിൽ നിന്ന് അദ്ദേഹം തീരുമാനിച്ചതാണ്. ഇദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ്, ഈ ദണ്ഡവിമോചന പ്രക്രിയയിലൂടെ ഇൻ്റലിജൻസസ് എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചു. ഈ തുടക്കം കുറിച്ചതാണ് പിന്നീട് പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ഉത്ഭവത്തിന് കാരണഭൂതമായ വേംസിലെ പ്രസിദ്ധമായ കത്തീഡ്രലുണ്ടാക്കിയ മാർട്ടിൻ ലൂഥറിൻ്റെ എതിർപ്പ്. ഇദ്ദേഹം പറഞ്ഞു, സ്വർഗവും നരകവും അല്ല, അതിൻ്റെ കൂടെ പർഗേറ്ററി എന്നൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. ശുദ്ധീകരണ സ്ഥലം ദണ്ഡവിമോചനത്തിൻ്റെ ഭാഗമായിട്ട് ഇതുണ്ടാക്കി വെച്ച പൊല്ലാപ്പ് പിന്നെ ഭയങ്കരമാണ്. 1000 കൊല്ലം ശുദ്ധീകരണ സ്ഥലം. ഇപ്പോൾ സ്വർഗത്തിൽ പോകാനുള്ള പുണ്യം ആവശ്യമായില്ല, നരകത്തിൽ പോകാനുള്ള പാവവും ഇല്ല. അപ്പോൾ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിട്ട് ആ ചെറിയ പാവമൊക്കെ തുടച്ച് നീക്കിയിട്ട് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1000 വർഷത്തിന് ശേഷം ശുദ്ധീകരണ സ്ഥലമൊന്നും സാധനം ഇല്ല എന്ന രീതിയിൽ മാറ്റി. ലിംബോ എന്ന് വേറൊരു സാധനം അതില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ശുദ്ധീകരണ സ്ഥലമെന്ന് ഒരു കോംപ്ലിക്കേഷൻ തുടങ്ങി വെച്ച് ഈ മാർപ്പാപ്പയാണ്. സ്വർഗവും നരകവും ഇനഫാണ്. എന്തായാലും ഇപ്പം ലിംബോ ഇല്ലയെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു. ശുദ്ധീകരണ സ്ഥലം സംബന്ധിച്ച് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഈ ശുദ്ധീകരണ സ്ഥലം തുടക്കം ഈ മാർപ്പാപ്പയിൽ നിന്നാണ്. ഈ മാർപ്പാപ്പയുടെ കാലത്തെ ബാക്കി സംഭവങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.